പുതുവർഷത്തിൽ ഏറ്റവും സന്തോഷകരമായ വാർത്ത വരുന്നത് കൊല്ലത്ത് നിന്നാണ്. പുതുവർഷത്തിൽ മണൽ ശില്പം നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് കൊല്ലത്തെ മണൽ ശില്പി രാജേന്ദ്ര പ്രസാദ്. കൊല്ലം ബീച്ചിൽ പുതുവർഷത്തെ ആഘോഷമാക്കാനെത്തിയ ജനങ്ങൾക്ക് ഇത് കൗതുക കാഴ്ചയായി. നടൻ വിക്രമിന്റെ മണൽ ശില്പമാണ് അദ്ദേഹം ഒരുക്കിയത്. ഇത് 2 ദിവസമായി ഇത് തുടക്കം കുറിച്ചിട്ട് ഇത് ഞാനും എൻ്റെ ശിഷ്യനായ പട്ടാഴി ശില്പി അഭിലാഷും ഞാനും കൂടെ ചേർന്നാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കൊല്ലം സ്വദേശി രാജേന്ദ്ര പ്രസാദ് എന്ന കലാകാരനാണ് ബീച്ചിലെ മണ്ണുകൊണ്ട് വിസ്മയ കാഴ്ചയൊരുക്കിയത്. കൊല്ലത്തെ പ്രമുഖ സ്ഥാപനമായ RK ഗ്രൂപ്പാണ് മണൽ ശില്പത്തിന്റെ സ്പോൺസർ. തമിഴകത്തിന്റെ സൂപ്പർ താരം വിക്രമിന്റെ മണൽ ചിത്രം വിക്രമിന്റെ അനുവാദത്തോടെയായിരുന്നു നിർമ്മിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ RK ഗ്രൂപ്പ് വിക്രമിനെ അയച്ചു നൽകുകയും ചെയ്തു. 2 ദിവസമെടുത്താണ് രാജേന്ദ്ര പ്രസാദ് മണൽ ശില്പം പൂർത്തീകരിച്ചത്. കടമണ്ണ് എന്ന് പറയുന്ന എളുത്താണ്, നമുക്കൊക്കെ ബോഡിക്ക് നല്ലതാണ്. കാലിന്റെ പാദത്തിൽ കടമണ്ണ് ചവിട്ടുന്നത് നല്ലതാണ്. പ്രകൃതിയുടെ ഉപ്പുരസം നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പ്രകൃതി ആയിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ വരുന്ന കുട്ടികൾക്ക് രോഗം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ബോഡിക്ക് ഹെൽത്താണ്. മണൽ ശില്പകല വർഷങ്ങളായി ചെയ്യുകയും നിരവധി അംഗീകാരങ്ങൾ നേടുകയും നിരവധി ആളുകളെ മണൽ ശില്പകല അഭ്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീച്ചിലെ മണൽ ശില്പം കാണാനും മൊബൈൽ ക്യാമറ സംവിധാനങ്ങളിൽ ഒപ്പിയെടുക്കാനും നിരവധി ആളുകളായിരുന്നു എത്തിയിരുന്നത്. ബീച്ചിന്റെ സംഗീതം വയലിൻ തന്ത്രികളിലൂടെ ആസ്വാദകരുടെ ഹൃദയ അറകളിൽ എത്തിച്ചിരുന്ന വയലിനിസ്റ്റ് അലോഷിയുടെ ഓർമ്മ നിലനിർത്തി അദ്ദേഹത്തിന്റെ ചിത്രവും മണൽ ശില്പവേദിയിൽ രാജേന്ദ്ര പ്രസാദ് ഒരുക്കിയിരുന്നു. അദ്ദേഹത്തിന് ഈ നാളുകളിൽ നമ്മൾ ഓർക്കാം. അപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെ നല്ല ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അലോഷി എന്ന ആള് ഈ ബീച്ചിന്റെ എല്ലാ കോണുകളിലും മുന്നോട്ട് നടന്നു നീങ്ങുന്ന ഒരാളാണ്. വയലിനുമായി ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങളും മാറ്റുന്ന ഒരാളും കൂടാണ്. കാരണം വളരെ ഏറെ വിഷമമായിട്ട് ഇരിക്കുമ്പോഴാണ് വയലിനുമായി അദ്ദേഹം ചെല്ലുകയും വയലിൻ വായിക്കുകയൊക്കെ ചെയ്യുന്നതും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.